കിതാബിന്റെ പേരാണ് അതേ അൽ ഇഅ്തിസാം ഫിൽ കിതാബി വസ്സുന്ന. അതിനാണ് ഈ കിതാബ് എഴുതിയത്. ഖുർആനിലും സുന്നത്തിലും ഉറച്ചു നിൽക്കുക എന്നാണ് അതിന്റെ ആശയം തന്നെ. എന്നിട്ട് മഹാനായ ആ പണ്ഡിതൻ കുറച്ച് ദീനിന്റെ അടിസ്ഥാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ, നമ്മളെ ഈ ഫ്ലക്സിലെ വിഷയം ഉണ്ടല്ലോ, ആ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് ഏതെങ്കിലും വഴിക്ക് വഴിമാറിപ്പോയ ഏത് മനുഷ്യനും താനാണ് സത്യത്തിന്റെ വക്താവ്, ഞാനാണ് അഹ്ലുസുന്നയുടെ വക്താവ് എന്ന് വാദിക്കുന്നുണ്ട് എങ്കിൽ അയാൾ രണ്ടാലൊരു വഴി സ്വീകരിക്കേണ്ടി വരുമെന്നാണ്. സത്യത്തിന്റെ വഴിയിൽ നിന്ന് തെന്നിപ്പോയിട്ട് വീണ്ടും പറയണത് ഞാനാണ് അഹ്ലുസുന്നയുടെ ആള്, ഞാനാണ് നിന്റെ വക്താവ് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവന് രണ്ട് വഴി സ്വീകരിച്ചാൽ അത് പറയാൻ പറ്റുള്ളൂ. ഇമാം ശാത്തിബി പറയാൻ അതിലൊന്നാമത്തെ വഴി ഏതാണെന്നറിയോ? ഒന്നുകിൽ നിർമ്മിതമായ വ്യാജനിർമ്മിതമായ കെട്ടുകഥകളാകുന്ന ഹദീസുകളും അതുപോലെയുള്ള സംഗതികളും കൊണ്ട് അവന്റെ വിശ്വാസങ്ങൾ അവൻ സ്ഥാപിക്കേണ്ടി വരും, എന്നാലേ അവൻ അഹ്ലുസുന്നയുടെ ആളുകളാണെന്ന് അവന് പറയാൻ പറ്റും. രണ്ടാമത് പറഞ്ഞത് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന പ്രമാണങ്ങളെ ചിലതിനെ തള്ളിക്കളയേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം അതിൽ എണ്ണിയത് ഏതരങ്ങള് അജുവാക്കാരക്കന്റെ വിഷയം, അതുപോലെ തന്നെ കണ്ണേറിന്റെ വിഷയം, സിഹറിന്റെ വിഷയം, ഇതൊക്കെ ചില അല്പബുദ്ധികളായ ആളുകൾ തള്ളിക്കളയുന്നു. എന്നിട്ട് അവർ പറയും ഞങ്ങളും അഹ്ലുസുന്നയുടെ ആളുകളാണ് എന്ന്. അപ്പൊ രണ്ട് വിഭാഗങ്ങളുള്ളത്. ആരാണൊന്ന് അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് പോകുകയും ചെയ്തു, ആ വഴിയിൽ ഞങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നു. അവർക്കതിൽ നിൽക്കണമെങ്കിൽ കള്ള ഹദീസുകൾ കൊണ്ട് സ്ഥാപിക്കേണ്ടി വരും. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചില പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദുകൾ കുറക്കെ പറയാൻ പറ്റും, ഇമാം ശാത്തിബിയെ പോലെയുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് പിറകെ പോയി ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾ സ്വീകരിച്ച ഏതെങ്കിലും ഒരു ഹദീസ് ദുർബലമാണ് എന്ന് വെള്ളിയാഴ്ച മറുപടി പറയുന്ന ഉസ്താദ് അവറുകളെ നിങ്ങൾക്ക് പറയാൻ കഴിയോ? മുജാഹിദുകൾ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു ഹദീസ് ദുർബലമാണ്, കള്ള ഹദീസാണ്, അതിന്റെ മേലെയാണ് ഞങ്ങൾ ആചാരങ്ങൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാൻ സാധ്യമാണോ? ഇല്ല. ഇമാം ശാത്തിബി പറഞ്ഞിടത്ത് ഞങ്ങൾ നിൽക്കുന്നു, ഖുർആനിലും സുന്നത്തിലും ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ ഒരു ലൈഫായ ഹദീസ് എടുക്കണില്ല, നമുക്ക് വേണ്ട. അതുപോലെ തന്നെ വ്യാജനിർമ്മിതമായ ഹദീസുകൾ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ദുർബലമായ ഹദീസ് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്ഥിരപ്പെട്ടു വന്ന ഏതെങ്കിലും ഒരു ഹദീസ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഈ പ്രവർത്തകർ തള്ളുന്നു എന്ന് തെളിയിച്ചാൽ, അത് ആ ആരോപണം ശരിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായാൽ ഓൺ ദി സ്പോട്ടിലെ ഹദീസ് സ്വീകരിച്ച് പ്രമാണത്തിലേക്ക് മടങ്ങി ആ തള്ളിയതിന്റെ പേരിൽ തൗബ ചെയ്ത് മടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഇത്ര ആർജവത്തോടെ പറയാൻ ഈ കൂട്ടായ്മക്കല്ലാതെ കഴിയില്ല എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. അതാണ് ഇമാം ശാത്തിബി പറഞ്ഞത്. നാട്ടുകാരനെ പുത്തൻവാദിയാക്കിയപ്പോഴും ദിക്റില്ലാത്തവനാണെന്ന് പറഞ്ഞപ്പോഴും അതുപോലെ ഔലിയാക്കന്മാരില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ നാട്ടിലെ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ ഉസ്താദും പറഞ്ഞത് മുൻഗാമികളായ ഉമ്മമ്മമാരൊക്കെ നരകത്തിലാണ്, അതെ മുൻഗാമികളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ മതത്തെ തള്ളുന്നവരാണ്. ഉസ്താദ് അവറുകളെ, ആ പാരമ്പര്യമായി കിട്ടിയ മതം ഏതാണ്? ഖുർആനും സുന്നത്തുമാണോ? എങ്കിൽ ഞങ്ങൾ അതിനെ തള്ളിയിട്ടില്ല. തള്ളി എന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യവുമല്ല. ഇത് ഇത്ര ആർജവത്തോടെ ഞങ്ങളെ പോലത്തെ ചെറിയ ആൾക്കാർക്ക് വരെ പറയാൻ കഴിയുന്നതുകൊണ്ടാണ് നിങ്ങളെ പ്രമാണം ഞങ്ങളെ കൈകളിൽ ഉണ്ട് എന്നാണ്. ആര് ചൂണ്ടിക്കാണിച്ചാലും ആ നിമിഷം ഞങ്ങൾ ആ തെറ്റിദ്ധാരയിൽ നിന്ന് മാറാൻ വേണ്ടിയാണ്. അത് പറയാൻ ഇവിടുത്തെ സമസ്തക്കാർക്ക് കഴിയോ? ആർജവത്തോടെ കഴിയോ? ഞങ്ങളൊരു ലൈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്യുന്നില്ല, ഒരു കെട്ടുകഥകൾ കൊണ്ട് ഞങ്ങൾ ആചാരങ്ങൾ പടുത്തുയർത്തിയിട്ടില്ല എന്ന് പറയാൻ ഈ നാട്ടിൽ മറുപടി പറഞ്ഞ ഉസ്താദെ നിങ്ങൾക്ക് കഴിയോ? ചോദിക്കാൻ കഴിയില്ല. എന്താ കാരണം? നിങ്ങൾ സ്വീകരിച്ചതിൽ പലതും ദുർബലമായ വാദങ്ങളാണ്, വ്യാജമായ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചെല്ലുന്ന മങ്കൂസ് മൗലീദ്, ആ മങ്കൂസ് മൗലീദിന്റെ ആദ്യ പേജ് മറിച്ചാൽ തന്നെ അവിടെ കാണുന്നത് ഒരു കള്ളക്കഥയാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? മങ്കൂസ് മൗലീദോ പോക്ക്, അതിന്റെ ഉള്ളിലുള്ള ഫസ്റ്റ് പേജോ പെരുമ്പോക്ക്. എന്താ പറഞ്ഞത്? മങ്കൂസ് മൗലീദിന്റെ ഫസ്റ്റ് വരിയിൽ പറയുന്നത് ഒരു നബിപ്രകാശത്തിന്റെ കഥയാണ്. ഒരു ദുർബലമായ ഹദീസ് വേണ്ട, ദുർബലമായ ഹദീസ് വേണ്ട. കള്ള ഹദീസ് അല്ലാതെ നിങ്ങൾക്ക് ഇതിനൊരു ദുർബലമായ ഹദീസ് കൊണ്ടെങ്കിലും സ്ഥാപിക്കാൻ കഴിയോ? മുജാഹിദുകൾ പറയുന്നു ഞങ്ങളുടെ കർമ്മങ്ങളിൽ, ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ, ഇടപാടുകളിൽ, സ്വഭാവരംഗങ്ങളിൽ ഒരു രംഗത്തും ലൈഫായത് ഞങ്ങൾ എടുക്കണില്ല. നിങ്ങളെ മങ്കൂസ് പോലെ ഇതിന്റെ ഫസ്റ്റ് പേജിൽ ഒരു കള്ളക്കഥയാണ്. തള്ളാൻ തയ്യാറാണോ?
എന്നിട്ട് 1400 കൊല്ലത്തെ പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് നബി പ്രകാശത്തിന്റെ കഥ സഹീഹാണോ? ഉസ്താദ് സത്യം പറയുന്ന ആളാണെങ്കിൽ പറയും, മക്കളെ അത് സഹീഹല്ല. പിന്നെ മാറ്റിവെച്ചൂടെ? പിന്നെ അതാണ് മാറ്റിവെച്ചൂടെ? പിന്നീട് അതേ മങ്കൂസ് മൗലീദിൽ നബി ജനിച്ച സമയത്ത് ചില ബിംബങ്ങൾ തലകുത്തി വീണു എന്ന് പറയുന്നു, സാവതടാകം വറ്റി വരണ്ടു എന്ന് പറയുന്നു. ഈ കഥകൾക്ക് സനദുണ്ടോ ഉസ്താദ് എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും, ഇല്ല മക്കളെ, അതിന് സനദില്ല. അങ്ങനെ അങ്ങ് മങ്കൂസ് മൗലീദ് A to Z പരിശോധിച്ചാൽ ആ പരിശോധിച്ച ഉസ്താദ് എന്നെ പറയും, എന്നാ നമുക്ക് ഈ കിതാബ് തന്നെ വേണ്ട മക്കളെ. ഇതാ നമ്മൾ ചെയ്യുന്നത്, ഇതാണ് മുജാഹിദുകൾ ചെയ്യുന്നത്. മരിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ജാറത്തിന്റെ അടുക്കൽ ചെന്ന് വിളക്ക് കത്തിക്കാൻ, എണ്ണ സ്ഥാപിക്കാൻ, അത് നക്കി കുടിക്കാൻ, ജാറം മൂടാൻ, അവിടുത്തെ പുതപ്പ് കൊണ്ട് സായുജ്യമടയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെട്ട ജാറങ്ങളെ സമീപത്ത് പോയി തേടാൻ സ്വഹീഹായ വല്ല തെളിവുമുണ്ടോ ഉസ്താദേ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും, ഇല്ല മക്കളെ, ഉള്ള കഥ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ആരോ വന്ന് ഖബറിന്റെ അടുത്ത് വന്ന് തേടിയ കഥയാണ്, അതിനാണെങ്കിൽ സനദില്ല. എന്നതാണ് വലിച്ചെറിഞ്ഞൂടെ? പുത്തൻവാദം വലിച്ചെറിഞ്ഞൂടെ? പ്രമാണങ്ങളിലേക്ക് വന്നൂടെ? ഇത് സ്വഹീഹാണ് എന്ന് സത്യം പറയുന്ന ഒരു ഉസ്താദും പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണെന്ന് പറയാൻ വെള്ളിയാഴ്ച മറുപടി പറയുന്ന ഉസ്താദ് അവരുകളെ ഒരു മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്, തെളിയിക്കൂ നിങ്ങൾ ഇത് സ്വഹീഹാണ് എന്ന്. അപ്പൊ ദുർബലമായത് കൊണ്ട് നടക്കുക, ഇത് എന്ത് സ്ഥാപിക്കാനാ? വിശ്വാസം സ്ഥാപിക്കാൻ, വിശ്വാസം സ്ഥാപിക്കാൻ. പിന്നെയുള്ളതൊരു ഹക്ക് ജാഹ് ബർക്കത്തിന്റെ കഥയാണ്. ഹക്ക് ജാഹ് ബർക്കത്തിന്റെ കഥയാണ്. ഈ നാട്ടിലെ സമസ്തക്കാരും മഹാന്മാരായ ആളുകളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നവരാണെന്നൊന്നും നമുക്ക് വിശ്വാസമല്ല. പല ആളുകളും ഓരിപ്പോഴും പറയണെന്താ, പണ്ട് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ഖൗലുസ് സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരുടെ തൗഹീദ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് മഹാന്മാരെ ഇടയാളന്മാരാക്കും എന്നല്ലാതെ ഒരു സുന്നിയും ഒരു മുസ്ലിമും മഹാന്മാരോട് നേരിട്ട് പ്രാർത്ഥിക്കലില്ല എന്നാണ് സമസ്തയുടെ മുൻകാല പണ്ഡിതനായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞത്. അവിടുന്ന് പരിവിട്ടു. ഇന്ന് തേടാമെന്നായി. ലോകം നിയന്ത്രിക്കുന്നത് മഹാന്മാരാണെന്ന് വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതിനൊക്കെ ഇവർക്ക് തെളിവെന്താ? ഹക്ക് ജാഹ് ബർക്കത്തിന്റെ തന്നെ തെളിവെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പോറ്റുമ്മയായിരുന്ന ഉമ്മ മരണപ്പെട്ടപ്പോ റസൂലുള്ള ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ആ ഉമ്മാക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ചു എന്നാണ്. അതിൽ അമ്പിയാക്കൾ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാ പ്രാർത്ഥിച്ചത്. ഹദീസുണ്ട്, ഹദീസുണ്ട്. പക്ഷെ അതിന് കഥല്ല, അത് ദുർബലമാണ്, സ്വഹീഹായ ഹദീസല്ല. ഇതാണ് ഹക്ക് ജാഹ് ബർക്കത്തിന്റെ കഥ. ഇത് സ്ഥാപിക്കാൻ, സ്വഹീഹാണെന്ന് സ്ഥാപിക്കാൻ വെള്ളിയാഴ്ച മറുപടി പറയുന്ന ഉസ്താദ് അവർകൾ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദേഷ്യമല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ജനങ്ങളെ പറ്റിക്കരുത്. തൈക്കടപ്പുറത്തുകാർക്ക് ഇത് ചിന്തിക്കാൻ പറ്റുന്ന രാത്രിയാകട്ടെ എന്ന് റഹ്മാനായ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാല് ഇതൊക്കെ മാറ്റിവെച്ച് തർക്കമുള്ള വിഷയങ്ങൾക്കൊക്കെ പ്രമാണങ്ങൾക്ക് മടങ്ങിക്കഴിഞ്ഞാലേ ഇല്ലേ എന്താ സംഭവം? പിന്നെ ഇവിടെ സമസ്ത ഉണ്ടാകൂല എന്റെ അഭിപ്രായം. ഇന്ന് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കങ്ങള് ലഈഫും മൗലൂഉം ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് സ്വഹീഹ് കണം മടങ്ങിയാല് സമസ്ത ഇവിടെ ഉണ്ടാകൂല. സത്യം വല്ലാഹ്. ഏത് വിഷയങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, മരിച്ച മയ്യത്തിന്റെ അരികിൽ ചെന്നിട്ട് ഖുർആൻ ഓതി പാർസലാക്കുന്ന ആൾക്കാരല്ലേ? ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഒക്കെ അങ്ങനെ ഖുർആൻ ഓതി പാർസലാക്കിയ കൂലി കിട്ടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ തെളിവില്ല. എന്നാൽ അങ്ങനെ ഖുർആൻ ഓതി പാർസലാക്കിയാൽ കൂലി കിട്ടില്ല എന്ന് പറഞ്ഞ മദ്ഹബാണ് ശാഫിഈ മദ്ഹബ്. ആ ശാഫി മദ്ഹബ് എന്താ ചെയ്യണത്? മരിച്ചു കഴിഞ്ഞാൽ യാസീൻ സൂറത്ത് ഓതുക. ആ ഓതാൻ പഠിപ്പിക്കപ്പെട്ട ഹദീസോ ഇമാം നവവി പറഞ്ഞു ദുർബലം. അപ്പൊ ദുർബലങ്ങളും കെട്ടുകഥകളും കൊണ്ട് സ്ഥാപിച്ച ഒരു അവസ്ഥയാണോ ഇത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശാഫിഈ ഇമാം സൂറത്ത് നജ്മിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതെന്താ? ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ വാക്കായി പറഞ്ഞില്ലേ, സഹാബത്താരും വിശുദ്ധ ഖുർആൻ ഓതി പാർസലാക്കിയിട്ടില്ല, അതിന്റെ കൂലി അവർക്ക് മിസ്ലു സവാബ് എത്തൂല. എന്തേ കാരണം? അത് അവരുടെ പ്രവർത്തനമല്ല, അത് അവരുടെ അധ്വാനമല്ല. ഇതൊക്കെ ചോദിക്കുമ്പോ ചില ആൾക്കാർ പറയും, അപ്പൊ മരിച്ചവർക്ക് ഒന്നും കിട്ടൂലേ? കിട്ടും മോനെ, കിട്ടും മോളെ, കിട്ടുമെന്ന് പറഞ്ഞത് എന്തൊക്കെയാ? നിന്റെ ഉമ്മ മരിച്ചു കിടക്കുന്നുണ്ടോ ഈ തൈക്കടപ്പുറത്തിന്റെ മണ്ണിൽ? നീ ചെന്ന് ഉമ്മാക്ക് പ്രാർത്ഥിച്ചോ, അത് കിട്ടുമെന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സ്വഹീഹായ ഹദീസ് കാണിക്കാൻ നമ്മൾ തയ്യാറാ.
വിശുദ്ധ ഖുർആന്റെ ആയത്ത് വരെ കാണിക്കാൻ തയ്യാറാ. മരിച്ചു പോയവർക്ക് വേണ്ടി നൂഹ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, വിശ്വാസികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന. മരിച്ചുപോയവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ മറ്റൊരു സുന്നത്താണ് എന്ത്? അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. സ്വഹാബി വര്യൻ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉമ്മാക്ക് വേണ്ടി, കൂലി കിട്ടും. ഹജ്ജും ഉംറയും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്തോ, കൂലി കിട്ടും. അതുപോലെ തന്നെ ഉളുഹിയ്യത്തിൽ ഒരു പങ്ക് മരിച്ചുപോയ ഉപ്പാന്റെ പേര് ചേർത്തോ, കൂലി കിട്ടും. ഹദീസിലുള്ളതാ. അതൊക്കെ കിട്ടുമെങ്കിൽ ഖുർആൻ ഓതിയാലും കിട്ടൂലേ മൗലവി എന്ന് ചോദിക്കരുത്. കാരണം എന്താ? ഇബാദത്തുകളിൽ ഖിയാസ് പാടില്ല. അത് കിട്ടുമെങ്കിൽ ഇത് കിട്ടുമെന്ന് പറയാൻ പറ്റൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ ഖുർആൻ ഓതി പാർസലാക്കുന്നതിന് സ്വഹീഹായ ഒരു ഹദീസ് ഇല്ല. അപ്പൊ അതോട് മാറ്റിവെക്കാൻ തയ്യാറായാലോ ആ വിഷയത്തിൽ സമസ്തക്കാർ മുജാഹിദാവും. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാര് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നാൽ ആദ്യം എന്താ പറയാ? അൽ-ഫാത്തിഹ ആണല്ലോ. ഈ അൽ-ഫാത്തിഹ വിളി വിളിച്ചിട്ട് പിന്നെന്താ? ഖുൽ ഹുവല്ലാഹു ഓതും, ഖുൽ റബ്ബിൽ ഫലഖ് ഓതും, ഖുൽ റബ്ബിൻ നാസ് ഓതും. അതങ്ങനെ ഓതിയിട്ട് അവസാനം പറയും ഇലാ അർവാഹി സുമ്മ ഇലാ അർവാഹി എന്ന് പറഞ്ഞിട്ട് അറിയുന്ന ഉസ്താദിന്റെ മൈൻഡിലുള്ള എല്ലാ ഉലിയാക്കന്മാരിലേക്കും അതിനെ പാർസലാക്കിയിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മള് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ ഇങ്ങനെ ഈ അർവാഹുകളിലേക്ക് പാർസലാക്കാൻ നിങ്ങൾക്ക് എന്താ ഉസ്താദെ തെളിവ്? നിങ്ങൾക്ക് എന്താ ഉസ്താദെ തെളിവ്? ഉസ്താദ് പറയും സത്യസന്ധനാണെങ്കിൽ സ്വഹീഹായി ഒന്നും വന്നിട്ടില്ല മോനെ. അപ്പൊ അത് ഒഴിവായിക്കോ, അതിൽ മുജാഹിദായി. ഇതിവിടെ തെറ്റിദ്ധരിച്ചവരുടെ സ്നേഹപൂർവ്വത പറയണെന്തിനറിയോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, തൈക്കടപ്പുറക്കാർക്ക് ഇന്നത്തെ രാത്രി ഉസ്താദ് പറഞ്ഞതില്, ഈ ഉള്ളവൻ പറഞ്ഞതില് എന്തെങ്കിലും കളവുണ്ട് എങ്കിൽ നിങ്ങൾക്കത് വെള്ളിയാഴ്ചയിലെ സംസാരത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാം എന്ന് ഞാൻ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. ഇങ്ങനെ അങ്ങ് ദുർബലമായതും കെട്ടിച്ചമച്ചതുമായ എല്ലാം അങ്ങ് ഒഴിവാക്കിയാൽ ഇവിടുത്തെ സമസ്തക്കാർക്കും മുജാഹിദുകൾക്കും ഒറ്റ പള്ളി മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒറ്റ പള്ളി മതി. എന്തൊരു സന്തോഷ, എന്തൊരു സന്തോഷ. ഇത് ഓല് വഹാബികള്, ഇവരിങ്ങനത്തെ ഓല്, ഇവരങ്ങനത്തെ ഓല് കണ്ടാമിണ്ടരുത്. എന്തിനാ അതൊക്കെ? അതുകൊണ്ട് മുജാഹിദുകളെടുത്തുള്ള കള്ളക്കഥകൾ നിങ്ങൾ പറഞ്ഞോളി, വൈഫായ ഹദീസ് നിങ്ങൾ പറഞ്ഞോളി. ഞങ്ങൾ സഹാബത്ത് നിന്നോടത്ത് നിന്നിക്കുകയാണ് ഇപ്പോഴും. നിങ്ങൾ അവിടുന്ന് വിട്ടു, കുറെ കള്ളക്കഥകളെ പിന്നാലെ പോയി, ഏതൊക്കെയോ റൂട്ടുമാറ ബസ്സിൽ കയറി. അത് നിങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് ഞങ്ങള്. അത് നിങ്ങളോടുള്ള സ്നേഹാണ്, അത് നിങ്ങൾ തിരിച്ചറിയണം. സുബഹിക്ക് കുനൂത്ത് ഓതുന്ന പള്ളികളില്ലേ? ആ സുബഹിക്ക് കുനൂത്ത് ഓതുന്ന പള്ളിയിൽ കുനൂത്ത് ഓതിക്കഴിഞ്ഞ് അന്നത്തെ സുബഹിസ്കാരം കഴിഞ്ഞ് തൈക്കടപ്പുറത്തുള്ള മുസ്ലിമീങ്ങളോട് ഞാൻ പറയാൻ, നിങ്ങളെ പള്ളിയിലെ ഉസ്താദിനോട് നിങ്ങൾ ചോദിക്കേ, ഉസ്താദെ നിങ്ങൾക്ക് ഇതിന് സ്വഹീഹായ തെളിവുണ്ടോ? ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. ഉസ്താദ് പറയും സ്വഹീഹായ തെളിവൊന്നുമില്ല മോനെ. സത്യം പറയുന്ന ഉസ്താദാണെങ്കിൽ ഇല്ല കൂട്ടരെ, സഹീഹ് ഹദീസ് ഇല്ല. ഇത്ര ആർജവത്തോടെ പറയണെന്തറിയോ? പഠിച്ചോണ്ടാ പറയണത്. ഉണ്ടെങ്കിൽ കൊണ്ടുവരും. സനദിന് കേടില്ലാത്തൊരു ഹദീസ് കൊണ്ടുവാ. ഒരു ഹദീസ് ഉണ്ട്. ഏതാ ഹദീസ്? നബി തങ്ങൾ വിടവാങ്ങുന്നത് വരെ സുബഹിക്ക് കുനുകു തോതിയിരുന്നു എന്ന ഹദീസ് ഉണ്ട്. പക്ഷെ അതിന്റെ സനദ് ദുർബലം. അതാണ് മാറ്റി വെച്ചോളി. ദുർബലമായത് നമുക്ക് വേണ്ട, അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല. അതാണ് ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. മുജാഹിദുകളോട് ചോദിച്ചാൽ അവർ പറയും നബിയും സഹാബത്തും കുനൂത്ത് ഓതിയിട്ടില്ല, 4 ഖലീഫമാരും ഓതിയിട്ടില്ല. അങ്ങനത്തെ ഹദീസിനെ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് സ്വഹീഹായിട്ട്. ഇല്ല എന്നുള്ളതാ സ്വഹീഹായിക്കണത്, ഓതിന്നല്ല. അപ്പോൾ പ്രമാണം അതെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് പിഴച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ദീനിയായി കൊണ്ടു നടക്കുന്ന പലതും എന്തല്ല, ദീനല്ല എന്നർത്ഥം. കാരണം നബിയും സ്വഹാബത്തും താബിഈങ്ങളും അവരെ തുടർന്ന് വന്നവരും ചെയ്തതെന്താണോ അതാണ് ദീൻ. ഞാൻ ചുരുക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകാം. അതിന്റെ മുമ്പ് ആരും എണീറ്റ് പോകരുത്. പ്രത്യേകം 1-2 കാര്യങ്ങൾ കൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്, അല്ലേ? ഈ നാട്ടിലെ പിന്നെ പല ആളുകളും പലതും സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പൊ ഉസ്താദ് പറഞ്ഞ് പ്രസംഗിക്കുകയാണെങ്കിൽ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താ ഉണ്ടാകുക? ഇന്ന ഹോജ പറഞ്ഞിരിക്കുന്നു, ഇന്ന തങ്ങള് പറഞ്ഞിരിക്കുന്നു, കുറെ കഥകൾ ഇങ്ങനെ, അതുപോലെ തന്നെ കുറെ കെട്ടുകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആളുകളോട് ദീൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, ആണല്ലോ. ഇപ്പൊ ഈയിടെ അടുത്ത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന സ്ഥലമുണ്ട്, കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടിയിൽ വന്നിട്ട് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ EK സമസ്തക്കാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നാട്ടിലെ EK സമസ്തക്കാരെ നേതാവാണ്, അല്ലേ, മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന പണ്ഡിതൻ. ആ മുസ്തഫൽ ഫൈസിയോടെ വന്നിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നീട്ടിവലിച്ച് പ്രസംഗിക്കണത് ലൗലാക്ക ലൗലാക്ക മാ ഖലഖതുൽ ലഫ്ലാ എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം?
ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണം പ്രവാചകരെ അങ്ങൊന്നാണ്, അങ്ങില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കൂല. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞെന്തറിയോ? അല്ല പറഞ്ഞു എന്ന് നബി പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ മറുപടിക്ക് എന്നപ്പോ മുസ്തഫൽ ഫൈസിയോട് ചോദിച്ചു, ഉസ്താദെ അല്ല പറഞ്ഞു കിട്ടുന്ന നബി പറഞ്ഞിട്ട് അത് ഖുദ്സിയ ഹദീസായിരിക്കൂലേ, അതെവിടെ ഉള്ളത്? അതെവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ അടുത്ത പ്രാവശ്യം വന്നപ്പോ ഉസ്താദ് പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഇബ്നുൽ ഖയ്യിം ജൗസിയയുടെ മൗലുആത്ത് എന്ന് പറയുന്ന കിതാബിലുണ്ട്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയയുടെ മൗലുആത്തിലെ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയയുടെ മൗലുആത്ത് എന്തിനാ അദ്ദേഹത്തിന് അറിയോ? കള്ള സംഭവങ്ങൾ വന്ന കിതാബ്. ഇതാരും സ്വീകരിക്കില്ല എന്ന് പറയാൻ ആ കിതാബ് എഴുതിയിരിക്കുന്നത്. ആ കിതാബിലാണ് ലൗലാക ലൗലാക മാ ഖലഖതുൽ അഫ്ലാഖ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇപ്പോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മൾ കൈയോടെ പൊക്കിയ ഈ വിഷയത്തെ അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചപ്പോ നമ്മൾ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബിലുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇനി ഒരു കിതാബിൽ ഇതൊന്നും കണ്ടില്ലെങ്കിൽ നമ്മളാരും തള്ളാൻ പോണ്ട, ഇതൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് വിശ്വസിക്കാനുള്ളതാണ്. നമ്മൾ യൂട്യൂബിൽ കിട്ടുവർത്താനം അങ്ങനെയുണ്ടോ? ദീന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കാത്ത അനി വേണ്ട കിതാബിലും വേണ്ട, നമ്മളതാണ് സ്വീകരിച്ചാൽ മതി എന്നാണ് ആര് പറയുന്നത്? ഉസ്താദ് അവറുകൾ പറയുന്നത്. അപ്പൊ കിതാബിൽ എവിടെയും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തള്ളാൻ നിൽക്കണ്ട. ഇതാണ് ഇവരുടെ അവസ്ഥ. കുറെ മഹാന്മാർ എന്തൊക്കെയോ പറഞ്ഞു. ഇന്ന സ്ഥലത്ത് കുറെ കറാമത്തുകൾ ഉണ്ടായി. ആരാണ് എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാലോ മറുപടിയില്ല. പണ്ട് ഉസ്താദ്, ഇപ്പോഴും ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. തൈക്കടപ്പുറത്തുകാരെ ശ്രദ്ധിച്ചു കേട്ടോളി. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, മമ്പ്രന്തങ്ങളെ കുറിച്ച് പ്രസംഗിക്കുക. മമ്പ്രന്തങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മമ്പ്രന്തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ കൊയിലാണ്ടിക്കാരിയാണ്. കോഴിക്കോടിനടുത്തുള്ള കൊയിലാണ്ടിക്കാരിയാണ്, വടകര തൊട്ടടുത്തുള്ള സ്ഥലം. അപ്പൊ ആ കൊയിലാണ്ടിക്കാരിയായ ഭാര്യ അസുഖമായിട്ട് കിടപ്പ. അപ്പൊ അസുഖത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മമ്പ്രന്തങ്ങൾ അടുക്കലേക്ക് ആരെ പറഞ്ഞയച്ചു? ആൾക്കാരെ പറഞ്ഞയച്ചു. ഒരു ഉസ്താദ് ആയതോരെയാണ്. അവിടെ പറഞ്ഞയച്ചപ്പോ മമ്പ്രന്തങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പോയിക്കോളി എന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യ സുഖമില്ലാതെ കിടക്കുമ്പോ മമ്പർത്ത് തങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എകഴ്ത്തലാണോ പുകഴ്ത്തലാണോ? ഇത് വേറെ ഒന്ന് സ്ഥാപിക്കാനാണ് ഇപ്പൊ ഈ പറയുന്നത്. അങ്ങനെ രോഗം മൂർച്ഛിച്ചു. വീണ്ടും ആളെ പറഞ്ഞു വിട്ടു. കുറച്ച് കൂടുതലാണ്, കാണാൻ പെട്ടെന്ന് വരണേ. മമ്പറത്തേക്ക് ആളെ പറഞ്ഞയച്ചു. മമ്പറത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാല. അപ്പൊ മമ്പറത്തങ്ങൾ പറഞ്ഞു, ഇത്രേ ഞാൻ തിരക്കിലാണ്, ഇപ്പോഴും എനിക്ക് വരാൻ പറ്റൂല, ഞങ്ങളിപ്പോ പൊയ്ക്കോളി എന്ന് പറഞ്ഞത്. അങ്ങനെ മമ്പറത്തങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം മമ്പറത്തങ്ങളെ കാതിലേക്ക് എത്തിയ വാർത്ത എന്താണെന്നറിയോ? നിങ്ങളെ ഭാര്യ ബീവാത്തു മരണപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ മമ്പറന്തങ്ങള് ചീറിപ്പാഞ്ഞു വന്നിട്ട് മരിച്ചു കിടക്കുന്ന ഭാര്യന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ആ മുഖത്ത് വിരിച്ചിട്ടിരുന്ന ആ തുണി അങ്ങ് മാറ്റിയിട്ട്, നീ എന്ത് പണിയാണെടി ബീവാത്തു ചെയ്തത്, എന്നോട് ചോദിക്കാതെ പോയോ? ഒരു ഉസ്താദ് പ്രസംഗിക്കാണ്, എന്നോട് ചോദിക്കാതെ പോയോ? നിനക്കറിയില്ലേ ഞാൻ ബിസി മാനാണ് എന്ന്? ഞാൻ തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടല്ലേ വരാതിരുന്നത്, അതുകൊണ്ട് എണീക്കടി എന്ന് പറഞ്ഞപ്പോ ഭാര്യ ഒറ്റ എണീറ്റിരിക്കില്ല. അത്രേ മരണപ്പെട്ട ഭാര്യ എണീറ്റിരുന്നു. എന്നിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് ഭാര്യയെ കുട്ടി മമ്പറത്തേക്ക് പോയി. എന്നാ കഥ പോകുന്ന വഴിക്ക് കോഴിക്കോട് എത്തിയപ്പോ ബീവാത്തുമ്മ പറയണത്രേ മമ്പറം ഞങ്ങളോട്, ഞങ്ങൾ ജീവിപ്പിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ ഒരു മയ്യത്തിന്റെ മണം, എന്നെ വല്ലാത്തൊരു മയ്യത്തിന്റെ മണം ഉണ്ടല്ലോ. ഉടനെ തന്നെ മമ്പറം ഞങ്ങൾ എന്ത് ചെയ്തു? കൈകൊണ്ട് തന്നെ തടവി, മയ്യത്തിന്റെ മണം ഹലാസ് പോയി. അങ്ങനെ പിന്നീട് ബീവാത്തുമ്മ കുറെ കാലം പിന്നെയും ജീവിച്ചിരുന്നു എന്ന കഥ. പിന്നീട് അവർ വീണ്ടും ഗർഭിണിയായി. ഗർഭിണിയായ ഉടനെ മറ്റൊരു അത്ഭുതം ഒരു ഉസ്താദ് പറയാ. എന്താ അത്ഭുതം? അത് മറ്റൊന്നുമല്ല, അതേ ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന്, ബീവാത്തുമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരു വല്ലാത്ത സുഗന്ധം നിർഗളിക്കാൻ തുടങ്ങി, ഒരു പൂവിന്റെ മണം. കുട്ടിയെ പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് നല്ല പൂവിന്റെ മണം. അങ്ങനെ കുട്ടിക്ക് പൂവിന്റെ മണമുള്ളത് കൊണ്ട് മമ്പറത്ത് തങ്ങൾ കുട്ടിക്ക് പേരിട്ടു പൂക്കോയ. എന്താ പേരിട്ടത്? പൂക്കോയ. ഇതാരാ ഉസ്താദെ പറഞ്ഞു ചോദിച്ചാല് അത് ചോദിക്കരുത്, അത് ഞങ്ങളെ കിതാബിലുണ്ട്. ഏത് കിതാബില്? മമ്പറം തങ്ങളുടെ മദ്ഹ് പറയുന്ന കിതാബിലുണ്ട്. ഒരു ഉസ്താദിന്റെ 2-2.5 മണിക്കൂറത്തെ വയൽ കേട്ട് അങ്ങനത്തെ കുറെ കഥകളുണ്ടാകുക. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ലാ തലവല വാല, ഒരു തലയുണ്ടാവില്ല വാലുണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയത്തിലാകട്ടെ, ഇപ്പൊ ഒരു ഉസ്താദ് ഇവിടുത്തെ പറഞ്ഞെന്താ നിങ്ങള്, നമ്മൾ സ്ത്രീകളെ പള്ളിക്ക് കൊണ്ടുപോവാൻ ഞമ്മക്ക് ഈമാൻ കിട്ടണമെങ്കിൽ മുജാഹിദ് മൗലവിമാർക്ക് പെണ്ണിന്റെ പാദസരക്കിൽക്കം കേൾക്കണല്ലോ. ആരെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? കുറച്ച് ഗൗരവത്തോടെ ചോദിക്കുക. മസ്ജിദുൻ നബവി എന്ന് പറയുന്ന ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ തങ്കക്കൊട്ടാരത്തിൽ ഒളിപ്പിച്ചു വെച്ച പ്രവാചകൻ കല്ലും മണ്ണും ഏറ്റി നിർമ്മിച്ച മസ്ജിദുൻ നബവിയുടെ ദിരിമാറിൽ വന്ന് സഹാബി വനിതകൾ നിസ്കരിച്ചതിനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? ആ സുന്നത്ത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നടപ്പിലാക്കി കൊടുത്ത മുജാഹിദുകളെ പരിഹസിക്കുമ്പോ പരിഹാസം മടങ്ങുന്നത് എങ്ങോട്ടാ? ആലോചിച്ചു നിങ്ങൾ. 150-ലധികം ഹദീസ് ഒറ്റ ഇരിപ്പിന് കാണിക്കാൻ പറ്റും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ പറയുന്നത് ഹിജാബിന്റെ കൊണ്ടുവാ, ഹിജാബിന്റെ ആയത്ത് കൊണ്ടുവാ, അത് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഹിജാബിന്റെ ആയത്ത് വായിച്ച എന്താ തെളിയാ? നിങ്ങള് പള്ളി പോയിന്ന് തെളിയാ, പള്ളി പോയിന്ന് തെളിയാ. എന്നിട്ട് പറയാണ് മുജാഹിദ് മൗലവിമാരുടെ ഈമാൻ കൂടണമെങ്കിൽ പെണ്ണിന്റെ പാദസരക്കിലിക്കം കേൾക്കണല്ലോ. ചില സ്ഥലങ്ങളിലെ നേർച്ച വഴിപാടുകൾ കാണണം, നേർച്ച പൂരങ്ങൾ കാണണം. ഇപ്പൊ ഇവിടെ ഉള്ളാളത്ത് കഴിഞ്ഞ നേർച്ചയുടെ വീഡിയോ എന്റെ ഫോണിലുണ്ട്. മറ്റൊരു ഭാഗത്ത് പ്രസംഗിച്ചപ്പോ ക്ലിപ്പിടാൻ വേണ്ടി എടുത്തു വെച്ചതാ. എന്താ ഉള്ളത്? തലയിൽ കെട്ടിയ ഉസ്താദന്മാരും സ്ത്രീകളും കൂടിക്കലർന്നു പോകുന്ന കാഴ്ച. അവിടെ ഫിത്നയില്ലേ? അവിടെ ഇഖ്തിലാത്തില്ലേ? സ്വന്തം കെട്ടിയ ഭർത്താവിന്റെ കൂടെ, സ്വന്തം മകന്റെ കൂടെ, അവരുടെ സ്വന്തം വാഹനത്തിലിരുന്ന് അവർക്ക് മാത്രം പ്രൈവറ്റായി സജ്ജീകരിച്ച റൂമിന്റെ അറകളിൽ ചെന്ന് പള്ളിയിൽ അവർ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയാൽ അത് ഫിത്ന, കള്ളു കുടിക്കണ പോലെ ഹറാം എന്നാണ് ഒരു ഉസ്താദ് എഴുതി വെച്ചത്. എന്നാൽ ഞങ്ങൾ പറയുന്നു, നബിയുടെ ഇതൊക്കെ പറഞ്ഞ ചോദിക്കും, ഫാത്തിമ ബീവി പള്ളി പോയിക്കണോ? ആയിഷ ബീവി പോയതുണ്ടോ? സഹാബി വനിതകൾ പോയിക്കണോ എന്ന് അറിഞ്ഞാൽ ഓലൊക്കെ ആദ്യം പോയിട്ടുണ്ടാവുന്ന മനസ്സിലാക്കേണ്ടത്. അതിന് ഇനി ആ ഫാത്തിമ ബീവി പോയി എന്നുള്ള ഹദീസ് വേണ്ട. ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകൾ പറയും, നിങ്ങളെ വെള്ളിയാഴ്ചത്തെ ഹുത്തുബണ്ടല്ലോ, വെണ്ടക്കന്റെ വില പറയുകയല്ലേ, തക്കാളിയുടെ വില പറയുകയല്ലേ, അതുപോലെ തന്നെ മാർക്കറ്റിലെ പുതിയ സാധനങ്ങളെ വിലയറിയണോ, മുജാഹിദ് മൗലവിയുടെ ഹുത്തുബക്ക് പോയാൽ മതി എന്നാണ് ഒരു ഉസ്താദ് പ്രസംഗിച്ചത്. ആരെയാ കളിയാക്കിയത്? ഞങ്ങളെയോ? ഞങ്ങൾക്കത് യേശൂല. കാരണം ഇത് മടങ്ങുന്നത് മദീനയുടെ മണ്ണിലേക്കാൻ, ദീന് പഠിച്ച നേതാവിന്റെ ഖബറിലേക്കാൻ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പള്ളിയിൽ നിന്നാണ് സഹാബികളെ വാർത്തെടുത്തത്. അവർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിൽ നബി ഹുത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ പറയും, നബി അറബിയിലല്ലേ ഹുത്തു പറഞ്ഞത്? അതേ മോനെ, അറബിയില നബി ഹുത്തു പറഞ്ഞത്, അറബിയിലാണ്, ഒരു സംശയമല്ല. കാരണം നബിയുടെ ഓഡിയൻസ് അറബികളായിരുന്നു. നമ്മളെ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറബി അറിയെങ്കിൽ ഉസ്താദ് അറബിയിൽ പറയില്ല ഏറ്റവും നല്ലത്, ഒരു സംശയമല്ല, ഒരു സംശയമല്ല. മലയാളത്തെക്കാളും നല്ലത് മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് അറബി അറിയുമോ എങ്കിൽ ഏറ്റവും നല്ലത് എന്താ? അറബി പറയലല്ല. പക്ഷെ അത് ഏട് വായിക്കലല്ല. നമ്മുടെ ചില ഉസ്താദന്മാരെ വയതേട്ട് എന്താ തോന്നറിയോ? നബി മിമ്പറുമ്പോ കയറിയ മാത്രം അറബി, താഴെ ഇറങ്ങി ഇംഗ്ലീഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് സംസാരിച്ചത് അറബിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്ത അറബിയിലാണ്. അല്ലാഹുവിന്റെ റസൂല് ദഅവത്ത് ചെയ്ത അറബിയിലാണ്. റസൂൽ അറബിയാണ്. അതുകൊണ്ട് അറബിയിൽ ഖുത്ബ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ പള്ളി മിമ്പറുകളിൽ വായിക്കുന്ന ഏട് വായിച്ച ആളല്ല. അല്ലേ? ഈജിപ്തിലെ നബാതത്തുൽ മിസ്രി എന്ന് പറയുന്ന വ്യക്തി എഴുതിയ, പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കിയ ഏടുകളല്ലേ നിങ്ങൾ വായിക്കുന്നത്? അതിനെന്താ പ്രമാണം? ഇനി ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആയിരക്കണക്കിന് ഖുത്ബകളിൽ ഏതെങ്കിലും ഒരു ഖുത്ബ സിഹാഹുസിത്തയാകുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് അത് വായിക്കായിരുന്നു. അങ്ങനെ വരാത്തത് എന്തുകൊണ്ടാ? അള്ളാഹിന്റെ റസൂലിന്റെ ഖുത്ബകളൊക്കെ സന്ദർഭോചിതമായിരുന്നു. സുലൈഖുൽ അത്ഫാൻ എന്ന് പറയുന്ന സഹാബി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വന്നു. മുത്തുനബി ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കാൻ അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കാതിരുന്നപ്പോ റസൂലുള്ളാഹി ഖുത്ബ നിർത്തിയിട്ട് പറഞ്ഞു, ഖും യാ സുലൈഖുൽ അത്ഫാൻ, അല്ലേ, സ്വല്ലി റകഅതൈൻ, എണീറ്റ് 2 റകഅത്ത് നിസ്കരിക്കുമോനെ എന്ന് പറഞ്ഞത്. നമ്മളെ സമസ്ത പള്ളിയിലെങ്ങാനും ഒരാള് മനസ്സിലാണ ഭാഷയിലും മിമ്പറുമെന്ന് പറഞ്ഞു നോക്കട്ടെ, ഖുത്ബ ബാത്തിലായി എന്ന് പറയാം. എന്നാ ഇവരുടെ ഖുത്ബ ഭാഷയിൽ മലയാളം പറയാം. എപ്പോ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലയാളം പറയാം. എപ്പോ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ പാമ്പ് കൊത്താൻ വന്നാൽ അത് കണ്ടാ പറയാ, പാമ്പ് വരുന്നുണ്ട്, എണീറ്റ് പോയിക്കുള്ളിൽ, അപ്പൊ മലയാളം പറയാ. കണ്ണുപൊട്ടനായ ഒരാള് തൊട്ടപ്പുറത്തുള്ള കുഴിയിലേക്ക് നടന്നെടുക്കുമ്പോ ആ കുഴിയിലേക്ക് പോകുന്ന ഒരാളെ കണ്ടത് ഖുത്ബ പറയുന്ന ഉസ്താദാണെങ്കിൽ ആ കണ്ണുപൊട്ടൻ രക്ഷപ്പെടുത്താൻ മലയാള ഭാഷയിൽ ഉറക്കെ പറയാം. എഴുതി വെച്ചിട്ടില്ലേ? നമ്മൾ പറയണെന്താ?
കള്ളും കഞ്ചാവും ശിർക്കും ബിദ്അത്തും തോന്നിവാസങ്ങളും ഹറാമുകളുമായി ഒരുപാട് പറ്റം ആളുകൾ നടന്നു നീങ്ങുന്ന കാലത്ത് അവരൊക്കെ പള്ളിയിൽ വന്നിരിക്കുമ്പോ നരകത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് പോയി ചാടില്ല എന്ന് ഖുർആനും ഹദീസും ഉദ്ധരിച്ചു പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാവും? ഖുതുബതാനി യഖറഉൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ ഖുതുബ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഓതി വയുദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കലായിരുന്നു. അതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞെന്താ നിങ്ങള്, നമുക്ക് ഖബർ സിയാറത്തില്ല എന്നാണ്. ഖബർ സിയാറത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ നമ്മളാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞില്ലേ ആദ്യം? ഇമാം ഖുർത്തുബിയുടെ ഖിതാബിൽ വന്നത് പറഞ്ഞില്ലേ? അലി റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കലേക്ക് പോയത് എന്തിനാ? ആ മരിച്ചു കിടക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർക്കാൻ. അതാണ് ഖബർ സിയാറത്ത്. 3-4 കാര്യങ്ങൾ കിട്ടണം ഖബർ സിയാറത്തിൽ. അതിൽ ഒന്നെന്താ അറിയോ? ആ ഖബർ സിയാറത്ത് നിഷേധിക്കുന്ന ഒരു മുജാഹിദും ഇല്ല, നിഷേധിക്കാൻ പറ്റുകയുമില്ല. സൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ എന്ന് ഹദീസിലുള്ളതാ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത് തദ്മഉൽ ഐൻ വതർഖുൽ ഖൽബ്. നിന്റെ ഹൃദയത്തെ ലോലമാക്കും, നിന്റെ കണ്ണുകളെ നനയിപ്പിക്കും, പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കും, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. അതിനാ ഖബർ സിയാറത്ത്. എന്താ ഇന്ന് സമസ്തക്കാരെ ഖബർ സിയാറത്തോ? ആ ഖബർ സിയാറത്തിന്റെ ടൂറുകൾ എന്തിനാ? സിയാറത്ത് ടൂറുകൾ എന്തിനാ? മുത്തുപേട്ടയിലേക്ക്, അജ്മീറിലേക്ക്, അല്ലെ, അതുപോലെ തന്നെ ഉള്ളാളം ദർഗയിലേക്ക്, എവിടെയൊക്കെ ദർഗകളുണ്ടോ അങ്ങോട്ടൊക്കെ പോകും. കൂട്ടത്തിൽ ലുലുമാളുണ്ടാവും നോട്ടീസില്. അതെന്തിനാ ലുലുമാള് പോണത്? ഇതിൽ പെടാത്ത ഐപ്പട്ടോട്ടെ വിചാരിച്ചിട്ടായിരിക്കും, അല്ലാഹു ആലം. ലുലുമാളില് ഖബറുണ്ടോ? സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞിട്ടാ പോണത്. ഇനി അങ്ങനെ ഒരു നാട്ടിലേക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര തന്നെ നബി നിരോധിച്ചിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് ബാണ്ടം പേറി പോകല്ല എന്ന് ഹദീസിലുണ്ട്. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, ഒന്ന് മസ്ജിദുൻ നബവിയാണ്, മറ്റൊന്ന് ഫലസ്തീനിലെ പള്ളിയായ ബൈത്തുൽ മുഖദ്ദസാൻ. ഈ പള്ളികളിലേക്ക് നിനക്ക് പുണ്യം പ്രതീക്ഷിച്ചു പോകാം. വേറെയുള്ള എല്ലാ പള്ളികളിലെയും സ്ഥാനം ഒരുപോലെയാണ്. അതിഞ്ഞ് മുത്തുപേട്ടയിൽ പോയാലും അജ്മീറിൽ പോയാലും ഈ സിയാറത്ത് ടൂറുകൾ എന്ന് പറഞ്ഞു പോയാൽ പോക്കന്റെ വിധേയത്താണ്. ആ പോക്കന്റെ വിധേയത്താണ്. അവിടെയാണ് ഖബർ സിയാറത്തിന്റെ അരികിൽ ചെന്നപ്പോ ചെയ്യേണ്ടത് എന്താ? അവിടെ ചെന്ന് മഹാന്മാരോട് തേടുകയാണ്. അത് നബി പഠിപ്പിച്ചിട്ടില്ല, അത് സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് യഥാർത്ഥ ഹക്കിലേക്ക് മടങ്ങാം, യഥാർത്ഥ ദീനിലേക്ക് മടങ്ങാം. തെറ്റിദ്ധരിപ്പുകൾ മാറ്റിവെക്കുക. പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: എന്താണോ പ്രമാണങ്ങളിൽ വന്നത് അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നേരത്തെ നജ്മി ഉസ്താദ് പറഞ്ഞില്ലേ, നമ്മളൊന്നും വിചാരിക്കാതെ കടന്നു വരുന്ന, നോക്കൂ നിങ്ങൾ, 8700 കോടി ആസ്തിയുള്ള ഒരു മനുഷ്യനാണ് ജീവിതം ഒരു തോക്കിന്റെ മുനമ്പിൽ അവസാനിപ്പിച്ചത്. ജീവിതത്തിൽ സമാധാനം സമ്പത്ത് കൊണ്ട് കിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടന്റെ മഞ്ഞ് വീഴുന്ന രാത്രികളിൽ, അതെ, മഞ്ഞ് കുമിഞ്ഞുകൂടി നിൽക്കുന്ന റെയിൽപാളത്തിൽ കറുത്ത കോട്ട് ധരിച്ച ഒരു അതിസമ്പന്നനായ സായിപ്പിന്റെ സൂയിസൈഡ് വാർത്ത ലോകം വായിച്ചു. കറുത്ത പോക്കറ്റിൽ നിന്ന് വെളുത്ത കടലാസ് കിട്ടി. എഴുതി വെച്ചതെന്തായിരുന്നു? സമാധാനമില്ലാത്ത ലോകത്തേക്ക്, സമാധാനമില്ലാത്ത ലോകത്ത് നിന്ന് സമാധാനമുള്ള ലോകത്തേക്ക് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞത്. സമ്പത്ത് ആർക്കും സമാധാനം നൽകിയില്ല, അധികാരങ്ങൾ സമാധാനം നൽകിയില്ല. സമാധാനം കിട്ടുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു പാവപ്പെട്ട സഹോദരന്റെ മുറ്റത്ത് ഞങ്ങൾ ഏതാനും മാസങ്ങളായി നടത്തുന്നത്. 10-30 ആളുകൾ അത് സ്ഥിരമായി പങ്കെടുക്കുന്നു. കഴിഞ്ഞ ആഴ്ച സ്ത്രീകൾ കുറവാണ്. അറിയാൻ പറ്റിയത്, ഈ നാട്ടിലെ വലിയ ഉസ്താദ് പറഞ്ഞത്, പള്ളിയിൽ നിങ്ങളെ മയ്യത്ത് കയറ്റില്ല, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിക്കില്ല, ഇതുപോലെയുള്ള വാറോലകൾ കാണിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തെ പേടിപ്പിക്കുന്നത്. ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, ആർജവത്തോടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകളും ഭീഷണികളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. നമ്മൾ ഹക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. കാരണം ഹുബൈബിനെ കടുമരത്തിലിട്ട് ഓരോ മാംസകഷ്ണങ്ങളായി ചെത്തിയറിയുമ്പോ ഹുബൈബ് പറഞ്ഞത്, എന്നെ നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊന്നാലും പ്രവാചകനിൽ ഞാൻ അവിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ഹുബൈബുമാർ കടന്നു പോകുന്ന ഒരു സ്വർഗമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹബാബിന്റെ മുതുകിൽ നിന്ന്, അല്ലെ, സുലാഫത്ത് എന്ന് പറയുന്ന പെണ്ണിന്റെ കിങ്കരന്മാർ കൽക്കരി ഒരു മനുഷ്യന്റെ നീളത്തിൽ കത്തിച്ച് അതിന്റെ ചാർക്കോളിൽ ആ പാവപ്പെട്ട മനുഷ്യനെ വിവസ്ത്രനാക്കി മലർത്തിക്കിടത്തിയിട്ട് എണീക്കാതിരിക്കാൻ 2 പേർ നെഞ്ചത്ത് കയറി. ആ ഹബാബ് പറയുകയാണ്, ഒരുപക്ഷെ ആ തീക്കനലുകൾ കെട്ടുപോയത് എന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരയും നീരും കാരണമാകാമെന്ന് പറഞ്ഞ്
പ്രവാചകന്റെ അടുക്കലേക്ക്, കഅബയിൽ മൂലചാരിയിരിക്കുന്ന പ്രവാചകന്റെ അരികിലേക്ക് കടന്നു വന്ന ഖബ്ബാബ് തന്റെ മുതുക കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞത്, നബിയെ, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്നാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഹ്സാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ആരെയാ നിങ്ങൾ പേടിപ്പിക്കുന്നത്? കാലം മാറി ഉസ്താദേ. മയ്യത്ത് നിങ്ങൾ മറവാടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജ് കൊണ്ടാക്കി. നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് പല ഈ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കേട്ടിരുന്ന പ്രൊപ്പഗണ്ടകളും ഭീഷണികളുമാണോ ഈ നാട്ടിലെ ചിന്തിക്കുന്ന ആളുകൾ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്? പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ക്ലാസ്സിന് വന്നില്ലെങ്കിലും പഠിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഈ പ്രഭാഷണം ഇവിടെ കേൾക്കുന്നതിനേക്കാൾ അധികം ആളുകൾ നാളെ ഓൺലൈനിൽ ഇത് യൂട്യൂബുകളിൽ നിന്ന് കേൾക്കും. സംവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഈ തൈക്കടപ്പുറത്തിന്റെ മണ്ണിൽ ഈ കസേരകളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ശിർക്കിലും ബിദ്അത്തിലും കഴിഞ്ഞുകൂടിയവരാണ്. അന്ധവിശ്വാസത്തിന്റെ മാറാലകളിൽ കഴിച്ചുകൂട്ടിയവരാണ്. എങ്ങനെയാണ് അവർ മടങ്ങിയത്? വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിലാണ് സമാധാനം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ റമളാനിന്റെ പുണ്യരാവുകളിൽ ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളിലാണ് സമാധാനമുള്ളത്. അതിൽ മാത്രമാണ് സമാധാനം. ആളുകളുടെ കൈകളാൽ വിരചിക്കപ്പെട്ട കിതാബുകളിലല്ല, മാലകളിലല്ല, കുപ്പിപ്പാട്ടുകളിലല്ല, ഹദ്ദാദുകളിലല്ല. പിന്നെയോ തെറ്റുപിടയാത്ത പരിശുദ്ധ ഖുർആനിലാണ് സമാധാനം. അതിലേക്ക് സഹാബികൾ മടങ്ങി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖുബൈബ് എന്ന് പറയുന്ന സഹാബിയെ തൻഈം മലയുടെ മുകളിൽ കൊണ്ടുപോയി കഴുമരത്തിൽ വെച്ച് കൊല്ലുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുമ്പോ അന്ന് ഖുബൈബിനെ കൊല്ലാൻ മുമ്പിൽ നിന്ന് അബൂ സുഫിയാന്റെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം, ഖുബൈബേ, മാനസാന്തരമുണ്ടല്ലേ, നിനക്ക് തിരുത്തി പറയണമെന്നുണ്ടല്ലേ? ഖബ്ബാബ് പറഞ്ഞത്, അല്ല അല്ല, ഞാൻ കരയുന്നത് ഈ ഖുബൈബിന്റെ 100 ശരീരം ഇല്ലാതെയായി പോയല്ലോ. 100 ശരീരം ഉണ്ടായിരുന്നെങ്കിൽ 100 ഷഹീദിന്റെ കൂലി കിട്ടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ ഖുബൈബുമാർ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ ഈ ഭീഷണിയൊന്നും വില പോകില്ല എന്ന് സാന്ദർഭികമായി സ്നേഹത്തോടു കൂടി ഉസ്താദിനോട് ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.